ഏതായാലും 2 ഘട്ടം തെരഞ്ഞെടുപ്പ് പിന്നിട്ട് കഴിഞ്ഞു. 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വോട്ടെടുപ്പ്. നിർണായക സ്വഭാവമുള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആദ്യ ഘട്ടങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, മനുഷ്യൻ്റെ ജീവസന്ധാരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ വിഷയമാക്കുന്നുണ്ട്? വർഗീയതയിലേക്ക് മാത്രമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈ വിഷയം പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ആനത്തലവട്ടം ആനന്ദൻ മുതിർന്ന CPIM നേതാവ്, ശ്രീ BRM ഷഫീർ കോൺഗ്രസിൽ നിന്ന്, ഇടുക്കൽ അശോക് കുമാർ BJPയിൽ നിന്നൊപ്പം, ഒപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ അശോക് കുമാർ. നമ്മുടെ വിഷയം എന്നത് തെരഞ്ഞെടുപ്പിൽ ഓരോ പാർട്ടിയും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട എന്തൊക്കെയാണ് എന്നതാണ്. നിരവധിയായ ഉദാഹരണങ്ങൾ മുൻപിലുണ്ട്, അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. നേരിട്ട് തന്നെ ചോദിക്കട്ടെ, BJP എന്തുകൊണ്ടാണ് വർഗീയത മാത്രം, ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം മാത്രം ഏറ്റവും പ്രധാന വിഷയമാക്കി ഉയർത്തിക്കാട്ടാൻ നരേന്ദ്രമോദി മുതൽ ശ്രീധരൻപിള്ള വരെയുള്ള ആളുകൾ ഇങ്ങനെ ശ്രമിക്കുന്നത്? മറ്റെന്തു പറഞ്ഞാലും ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടില്ല എന്ന ഭീതിയാണോ വർഗീയത പ്രധാന വിഷയമാക്കുന്നതിലേക്ക് നിങ്ങളെ നയിക്കുന്നത്? വർഗീയത പ്രധാന വിഷയമാക്കി ഉയർത്തി കാണിക്കുന്നത് BJP അല്ല. BJP വളരെ കൃത്യമായിട്ട് ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയും അതാണ്. പക്ഷെ അവിടെ ഒരു കുഴപ്പമാണ് സംഭവിക്കുന്നത്. ഞങ്ങൾക്കെതിരെയുള്ള ആരോപണം, ഞങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണം മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആരോപണമാണ് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ മതേതര ആകാശം തകർന്നു വീഴുമെന്നും മതനിരപേക്ഷത തകരുമെന്നും മതവർഗീയതയുടെ വക്താക്കളാണ് ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് 5 വർഷം കടത്തിയ ഭരണത്തെ മുഴുവൻ മതവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ വ്യാഖ്യാനിക്കുന്നത്. അത് സത്യസന്ധമായിട്ട് നിങ്ങൾ വിലയിരുത്തൂ. വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. ശ്രീ ആനത്തലവട്ട ആനന്ദൻ അദ്ദേഹം തൊഴിലാളികളുടെ പാർട്ടി ചെറിയ പാർട്ടി ക്ലാസ്സുകൾ മുതൽ അവർ പറഞ്ഞു പഠിപ്പിച്ചത് തൊഴിലാളികൾക്കും ചെറുകിട കർഷകർക്കും തൊഴിലാളികൾക്കൊക്കെ നല്ല കാലം വരും, അവരുടെ മിച്ചമൂല്യം, ബൂർഷാസികൾ തട്ടിയെടുക്കുന്ന മിച്ചമൂല്യം തിരിച്ച് അവരുടെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. 6000 രൂപ വീതം ചെറുകിട കർഷകന്റെ അക്കൗണ്ടിലേക്ക് അവന്റെ മിച്ചമൂല്യം എത്തിയ കാലമാണ്. ആ കാലത്തെ ചർച്ച ചെയ്യാൻ, ആ വികസനത്തെ ചർച്ച ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല. അവിടെയാണ് ഞങ്ങൾ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഇത് മറുപടി പറയുകയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളിതിന് മറുപടി പറയുകയാണ്. ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഫാസിസ്റ്റ് അശോക് കുമാർ, അവരുന്നയിക്കുന്ന ആരോപണത്തിന് നിങ്ങൾ മറുപടി പറയുന്നത് ഏത് സ്വഭാവത്തിലാണ്? ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഡാറ്റ മുൻനിർത്തിയുള്ള മറുപടി പറച്ചിലല്ലോ. രാഹുൽ ഗാന്ധി മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഒളിച്ചോടുകയാണ് എന്നർത്ഥം വരുന്ന പ്രയോഗം നടത്തുന്നത് നരേന്ദ്രമോദിയാണ്. അമിത്ഷാ പറയുന്നത് വയനാട് പാകിസ്ഥാനിലാണെന്നാണ്. മേനകാ ഗാന്ധി പറയുന്നത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരു ജോലിയും കൊടുക്കില്ല എന്നാണ്. സാക്ഷി മഹാരാജ് പറയുന്നതിനെക്കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. PS ശ്രീധരൻപിള്ള ഇപ്പോൾ നടപടി നേരിടുകയാണ് നിയമപരമായി. ഇതാണോ നിങ്ങൾക്കെതിരായിട്ടുള്ള അലിഗേഷൻസിന് നിങ്ങൾ മറുപടി പറയുന്ന ശൈലി? അതാണോ? അങ്ങനെയാണോ? അതായത് മുസ്ലിങ്ങൾക്ക് ഇടയിലേക്ക് പോകുന്നു പ്രതിപക്ഷം, മുസ്ലിങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് സ്ഥാപിക്കാൻ, മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്താൻ, അങ്ങനെ വിഭജന രാഷ്ട്രീയം സൃഷ്ടിക്കാൻ, അതിലൂടെ വോട്ട് തട്ടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അല്ലാതെ ക്രിയേറ്റീവായ മറുപടി പറച്ചിലല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുള്ളത്. അത് നിങ്ങളുടെ തെറ്റായ വ്യാഖ്യാനമാണ്. മുസ്ലിങ്ങളെ ഒരിക്കലും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ളവരല്ല ഞങ്ങൾ. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ശത്രുപാളയത്തിലേക്ക് തള്ളിവിട്ട് രാജ്യവിഭജനത്തിന് കാരണമായിട്ടുള്ള ആളുകൾ കോൺഗ്രസ്സുകാരാണ്. കാരണം കോൺഗ്രസ്സിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ മുസ്ലിം ലീഗിലുണ്ടായിരുന്ന കോൺഗ്രസ്സിന് പ്രാധാന്യം നൽകിയതിൻ്റെ പരിണിത ഫലമായിരുന്നു രാജ്യവിഭജനം പോലുള്ള വിപത്ത്. ആ വിഭജന കാലത്ത് ഞങ്ങളല്ല മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞത്. മുസ്ലിം ലീഗിനെ അടച്ചാക്ഷേപിച്ചതും അതിനെ വെല്ലുവിളിച്ചതും അവരെ തള്ളിപ്പറഞ്ഞതും കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അന്ന് അങ്ങനെ പറയുകയും ഇന്ന് തിരിച്ചു പറയുകയും ചെയ്യുന്ന വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. നെഹ്റു പറഞ്ഞതും രാഹുൽ പറയുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നു, മുസ്ലിം ലീഗ്, കേരളത്തിലെ മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മറ്റ് സഹോദര മത വിഭാഗങ്ങളോട് വളരെ വളരെ പോസിറ്റീവായിട്ട് അവരുമായിട്ട് കലഹമുണ്ടാക്കുന്നതും രാജ്യത്തെ ഹിന്ദുക്കളെ പേടിച്ചോടുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതിൽ നിങ്ങൾ വളരെ ക്രിയാത്മകമായ മറുപടിയാണ് അത് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. വരാം, താങ്കൾ അതിലേക്ക് വന്നോളൂ. എന്റെ ചോദ്യം ഇതാണ്. നോക്കൂ, ഇവിടെ പ്രഖ്യാ സിംഗ് ഠാക്കൂർ എന്ന ഭീകരവാദ കേസിലെ പ്രതിയായ ഒരാളെ
സ്ഥാനാർത്ഥിയാക്കുക വഴി ഈ രാജ്യത്തിന് എന്ത് സന്ദേശമാണ് BJP നൽകുന്നത്? അവരെടുത്ത പണി എന്താണെന്ന് നമുക്കറിയാം. ആരായിരുന്നു അവരുടെ ലക്ഷ്യമെന്നറിയാം. ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുകൾ ആരായിരുന്നുവെന്നും അറിയാം. അവരൊരു ഭീകരവാദ കേസിലെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ കേസിലെ പ്രതിയാണ്. അവർ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാകുന്നതിലൂടെ നിങ്ങൾ ഈ രാജ്യത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നോക്കൂ നിഷാന്ത്, ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രവും നീതിയുക്തമായ നീതിന്യായ വ്യവസ്ഥയുള്ള നാടാണ് ഇവിടെ. വാടിക്കൽ രാമകൃഷ്ണൻ കേസിലെ കൊലപാതക കേസിലെ പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ. അതിലേക്കൊന്നും പറയല്ലേ. നിങ്ങൾ ഈ രാജ്യസ്നേഹത്തിന്റെ മൊത്ത കുത്തക അവകാശപ്പെടുന്നവരാണ്. നിങ്ങൾ ഈ രാജ്യസ്നേഹം ആയിക്കോട്ടെ, നിങ്ങൾക്ക് പിണറായി വിജയനെ പറയാം, നിങ്ങൾക്ക് പിണറായി വിജയനെ പറയാം, CPM-നെ പറയാം, കോൺഗ്രസിനെ പറയാം, എന്തും പറയാം. നിങ്ങൾ ഈ രാജ്യസ്നേഹത്തിന്റെ മൊത്ത കുത്തക അവകാശപ്പെടുന്നവരാണ്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എടുത്ത തീരുമാനത്തെക്കുറിച്ച് മാത്രമാണ്. അതിന് മറ്റുള്ളവരും എടുത്തിട്ടുണ്ടല്ലോ എന്ന മറുപടി വേണ്ട. ഭീകരവാദ കേസിലെ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന കേസിൽ ജാമ്യം നേരിടുന്ന ആളെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കുക വഴി നിങ്ങൾ ഈ രാജ്യത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നാണ് ചോദ്യം. കുറ്റവിമുക്തമാക്കപ്പെട്ട ആളല്ലേ? അവർക്കൊരു കേസിൽ ജാമ്യമേ ഉള്ളൂ. ഒരു കേസിൽ ജാമ്യമേ ഉള്ളൂ. കോൺഗ്രസുകാർ വേട്ടയാടിയ ഒരു കേസിൽ ജാമ്യമേ ഉള്ളൂ. കോൺഗ്രസുകാർ വേട്ടയാടിയ അവർക്കെതിരെ ഒരു പരാതി പോലും ഉണ്ട്. ആരോഗ്യ പ്രശ്നം പറഞ്ഞ് ജാമ്യം നേടിയിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എങ്ങനെ പോകും എന്ന് ചൂണ്ടിക്കാണിച്ച് NIA കോടതിയിൽ ഒരു പരാതി ഹർജി പോലും വന്നിട്ടുണ്ട്. താങ്കൾ അത് മനസ്സിലാക്കൂ. വരട്ടെ, നമ്മുടെ ജുഡീഷ്യറി കുറ്റക്കാരനെന്ന് കണ്ടെത്തുമ്പോഴല്ലേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. കേസുകളില്ലാത്ത ഏതാളുകളാണുള്ളത്? വളരെ കൃത്യമാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു. ഇത് UPA-യുടെ കാലത്ത് കോൺഗ്രസ് സർക്കാർ ഹിന്ദു സന്യാസിയെ വേട്ടയാടിയതാണ്. കാഞ്ചി മഠാധിപതിയെ അടച്ചത് നമുക്കറിയാമല്ലോ. തമിഴ്നാട്ടിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ പാർപ്പിച്ചില്ലേ? അപ്പോൾ നിങ്ങളുടെ കാലത്ത് ഭീകരവാദ കേസുകൾ പിടിക്കപ്പെടുന്നവർക്കെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം വെച്ച് നിങ്ങൾ വേട്ടയാടുകയാണ് എന്ന വിമർശനം തിരികെയും ഉന്നയിക്കാം അല്ലേ? അത്ര ലാഘവത്തോടെ അതിനെ കാണാവുന്നതേ ഉള്ളൂ. അല്ല, ഇന്ത്യയിൽ ആത്യന്തികമായി കുറ്റവാളിയാണോ എന്ന് കണ്ടെത്തേണ്ടത് ജുഡീഷ്യൽ സ്ക്രൂട്ടണിയാണ്, ജുഡീഷ്യൽ സംവിധാനമാണ്. അത് കണ്ടെത്തുന്ന ആള് അങ്ങനെ കുറ്റവാളിയാണെന്ന് കണ്ടെത്തി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ബാലകൃഷ്ണപിള്ള കൊടിയേരി പിണറായി വിജയനോടൊപ്പം ഇരിക്കുകയാണ്. അശോക് കുമാർ ഇതുവരെ കോടതി കണ്ടെത്തിയിട്ടില്ലാത്ത അന്തിമ വിധി വന്നിട്ടില്ലാത്ത എല്ലാവരോടുമുള്ള നിങ്ങളുടെ സമീപനം ഇങ്ങനെയാണോ? അബ്ദുൽ നാസർ മഅ്ദനിയുടെ കേസിൽ വിധി വന്നിട്ടില്ലല്ലോ, അന്തിമ വിധി. നിങ്ങളുടെ സമീപനം എന്താണ്? എല്ലാവരോടുമല്ല. ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, മലേഗാവ് കേസിൽ കുറ്റവിമുക്തയാക്കപ്പെടുന്നു. പിന്നെ മറ്റുള്ള കേസുകൾ നിലവിലുണ്ട്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസുകളാണ് എന്ന് കരുതി അവർക്ക് മലേഗാവിൽ ഇപ്പോൾ പൊട്ടിച്ചിട്ടുള്ളത് ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് പറയാം. പക്ഷെ രാജ്യത്ത് മറ്റെല്ലായിടത്തും ഏതെങ്കിലും ഒരു മാധ്യമ വാർത്ത, ഉത്തരവാദിത്തരഹിതമായൊരു മാധ്യമ വാർത്ത ഒരു ഓൺലൈൻ പോർട്ടൽ വന്നാൽ അത് ഉയർത്തിപ്പിടിച്ച് ഭീകരവാദി എന്ന അലമുറയിടുന്നവരാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് പക്ഷെ കോടതി തീർപ്പുണ്ടാക്കണം, എന്നാലേ പറ്റൂ. കോടതി തീർപ്പാക്കാത്ത അനേകായിരം മനുഷ്യർ ഇവിടെ ജയിലറകളിലുണ്ട്. അവരെല്ലാം നിങ്ങൾക്ക് എക്കാലത്തെയും തീവ്രവാദികളാണ്. അവർക്ക് നിങ്ങൾ ഈ ആനുകൂല്യം കൊടുക്കില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ്. എത്ര പേരെ കൊന്നുവന്ന് ഈ നാട്ടിൽ എത്ര പേരെ കൊന്ന കേസിലെ പ്രതിയാണെന്ന് അറിയാമോ അശോക് കുമാർ? രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയാണ് രാജ്യം കൊടുക്കേണ്ടത്. ജാമ്യം കൊടുക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥയാണ്. അത് സ്വതന്ത്രമായിട്ട് നടക്കും. അതിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശരി, ഞാൻ ഷഫീർ നോക്കൂ, ഇവിടെ പ്രധാനമന്ത്രി മുതൽ താഴേക്കുള്ള ആളുകൾ എല്ലാ പ്രസംഗങ്ങളിലും തലക്കെട്ടായി വരാൻ ഒരു വാചകം പറയും. അത് വികസനമായിരിക്കില്ല, അത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമായിരിക്കും. ഇപ്പൊ തിരുവനന്തപുരത്ത് സംസാരിക്കുന്നു, അദ്ദേഹം എന്തു പറയുന്നു എന്നറിയില്ല. വിശ്വാസത്തെക്കുറിച്ച് ചിലപ്പോൾ പറയും, മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഒളിച്ചോടുന്നു എന്ന് പറയും, മുസ്ലിങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അവർക്ക് തിരികെ ഒന്നും കൊടുക്കില്ല എന്ന് പറയും. അങ്ങനെ ഭിന്നിപ്പ് വർക്ക് ചെയ്യാൻ തക്കവണ്ണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ എപ്പോഴും പ്രധാന നേതാക്കൾ പോകൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നമായി വളർന്നിട്ടുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീ നരേന്ദ്രമോദി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ത്യയുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ തകർത്തവരാണ് കോൺഗ്രസ്, CPM-ഉം ഒക്കെ അങ്ങനെ ചെയ്തവരാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നയാൾ ഗുജറാത്ത് കലാപത്തെയും ഉനയിലെ ദളിത് കലാപത്തെയും മുസഫറാബാദിലെ പ്രവാസികളുടെ പ്രയാണത്തെയും ഒന്നും ഒരക്ഷരം മിണ്ടാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇത് ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ക്രിസ്ത്യാനിയുടെയും വിശ്വാസങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയത്തെയാണ് ഞാൻ അഡ്രസ് ചെയ്തതെന്ന് പറഞ്ഞു.
എന്നാൽ എവരോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പറയുകയാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു, ഹിന്ദുക്കളെ പേടിച്ച് മുസ്ലിം ലീഗിന്റെ മടയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നു. ശ്രീ പ്രധാനമന്ത്രിക്കറിയാം, ഗൂഗിളിൽ ഒന്ന് തട്ടിയടിച്ചാൽ 52% ഭൂരിപക്ഷ സമുദായങ്ങളുള്ള വയനാട് മണ്ഡലത്തെക്കുറിച്ചാണ് താനിത് പറയുന്നത് എന്ന് അറിയാത്ത ആളല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പക്ഷേ അത് ഉത്തരേന്ത്യയിൽ ഉപയോഗിക്കാൻ വേണ്ടി കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. നിങ്ങൾക്കറിയോ, അമിത്ഷാ അല്പം കൂടി കടത്തി പറഞ്ഞു, പാകിസ്ഥാന്റെ പതാക പാകിസ്ഥാനിലാണ് മത്സരിക്കുന്നത്. എന്തിനാണ് ആ പച്ച പതാകയെക്കുറിച്ച് പറഞ്ഞതെന്നറിയോ? അത് കൃത്യമായിട്ട് ഉത്തരേന്ത്യയിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്നാൽ ശ്രീ അശോക് കുമാറിന്റെ പാർട്ടി ഒരു കാര്യത്തിൽ മറുപടി പറയണം. നിങ്ങൾക്ക് എന്ന് മുതൽ ഈ പച്ചയോടൊക്കെ എത്ര അലർജി തുടങ്ങി? പച്ചയോടും പച്ച രാഷ്ട്രീയക്കാരോടുമൊക്കെ നിങ്ങൾക്ക് വല്ലാത്ത വെറുപ്പുണ്ടോ? നിങ്ങളല്ലേ 2-3 കൊല്ലം മുമ്പ് കോൺഗ്രസ് സർക്കാർ 12 കൊല്ലക്കാലം തീവ്രവാദത്തിന്റെ പേരിൽ പാകിസ്ഥാന്റെ കൊടി പിടിച്ച് പ്രകടനം നടത്തിയ മസ്റത്ത് ആലമിനെ പിടിച്ച് ജയിലിലിട്ടു കോൺഗ്രസ്. നിങ്ങൾ പാകിസ്ഥാനിലെ PDP, അതും പച്ച പാർട്ടി, പച്ച കൊടിയുള്ള പാർട്ടി, മുഫ്തി മുഹമ്മദിന്റെ പാർട്ടി, ആ പാർട്ടിയുമായിട്ട് ചേർന്ന് കൊളീഷൻ ഗവൺമെന്റ് ഉണ്ടാക്കി 3 കൊല്ലം ഭരിച്ചതിന് ശേഷം മസ്റത്ത് ആലമിനെ തുറന്നു വിട്ടവർ ഇന്ന് അമിത്ഷാ പറയുക, കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ, കേരളത്തിൽ പല ഭാഗത്തും പറയുക, പാകിസ്ഥാനിൽ പോയി മത്സരിക്കുന്നു പച്ച പതാകയുമായിട്ട്. എന്താണ് നിങ്ങളുടെ പോളറൈസേഷൻ? മേനകാ ഗാന്ധി, നിങ്ങളുടെ പിലിഭത്തിലെ MP, അവർ പറഞ്ഞെന്താണെന്നറിയോ? എനിക്ക് വോട്ട് തന്നില്ലെങ്കിൽ നിങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് പറയുക, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നില്ലെങ്കിൽ നിനക്ക് ഒരു സഹായത്തിനും നിങ്ങൾ വരില്ല. ഇന്നല്ലേ രാജേശ്വരി സിംഗ്, ശ്രീ അശോക് കുമാറിന്റെ പാർട്ടിയിലെ RSSന്റെ നേതാവ് പറഞ്ഞു, ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുന്നത് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ അങ്ങനെ നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാമല്ലോ, വളരെ ഫെയർ ആയ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നു പോകണം. അതിനകത്ത് ഉന്നയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ചട്ടത്തിനകത്ത് നിന്ന് ഉന്നയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉന്നയിക്കണം. അതിൽ വിശ്വാസവും അല്ലെങ്കിൽ മതവും ജാതിയും വർഗീയതയും ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് തത്വം. തന്ത്രപരമായി കൊണ്ടുവരാം, പക്ഷെ അത് ഫെയറായ ഒരു നടപടിയല്ല. നിങ്ങൾ എത്രത്തോളം അവിടെ ഫെയറായി, ഏറ്റവും മാന്യമായ ഒരു ഗെയിം എന്ന നിലയ്ക്ക് ഇതിനെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടെലിവിഷൻ പരസ്യം എടുത്താൽ പോലും വിശ്വാസവും ആചാരവും സംരക്ഷിക്കാൻ ഒരു കൈത്താങ് UDFനെ വിജയിപ്പിക്കുക എന്നൊക്കെയുള്ള പരസ്യങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ നോക്കൂ, കെ സുധാകരൻ്റെ പരസ്യങ്ങളായി പുറത്തു വരുന്ന വീഡിയോകളിലെമ്പാടും സ്ത്രീ വിരുദ്ധതയുണ്ട്, ചട്ടലംഘനമുണ്ട്, ഇതൊക്കെ കാണാനുണ്ട്. അപ്പോൾ അവർ പറയുന്നത്ര കടുത്ത വർഗീയത പറയുന്നില്ല എങ്കിൽ കൂടി മതത്തെയും ജാതിയെയും വികാരത്തെയും വിശ്വാസത്തെയും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഒരു കാര്യം നിങ്ങളും പയറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫെയറായ ഇടപെടൽ നടത്തുന്നവരല്ല പൂർണ്ണ തോതിൽ നിങ്ങൾ, ഷഫീർ. ഇല്ല നിഷാദേ, ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കേണ്ട. ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റിക്കെതിരായി, ആർട്ടിക്കിൾ 19 മതപരമായിട്ടുള്ള അവകാശങ്ങൾക്കെതിരായി, ആർട്ടിക്കിൾ 28 ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അധികാരങ്ങൾക്കെതിരായി ഒരു വാക്ക് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തിലെ ഓരോ പ്രത്യേക മതങ്ങൾക്കും പ്രത്യേകം ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യത ഭരണകൂടത്തിൻ്റെതാണ്. മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള റിജിഡ് പൊളിറ്റിക്സ് അതിനകത്ത് ചേർത്ത് വെക്കുന്നതിന് പകരം വിശാല അർത്ഥത്തിലുള്ള ഭൂമിക തുറന്നിട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അദ്ദേഹം എവിടെയെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞോ? അദ്ദേഹം എവിടെയെങ്കിലും മുസ്ലിം എന്ന് പറഞ്ഞോ? അദ്ദേഹം എവിടെയെങ്കിലും പച്ച പതാക എന്ന് പറഞ്ഞോ? ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റെ ഡ്രസ്സ് മാറ്റിയാൽ ചില ചിഹ്നങ്ങൾ കാണാമെന്ന് ശ്രീധരൻ പിള്ള പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞോ? ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇന്ത്യയെ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള വലിയ പോരാട്ടത്തിന് പോകുമ്പോൾ ഞങ്ങൾ ഒരു മതത്തെയും കൂട്ടുപിടിക്കുന്നില്ല. ഞങ്ങൾ മതത്തെയും കൂട്ടുപിടിക്കുന്നില്ല. എനിക്കതിൽ തർക്കമുണ്ട്, എനിക്കതിൽ തർക്കമുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ BJP കുറേയധികം വർഗീയതയിൽ ഊന്നിയ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നതിൽ തർക്കമില്ല. അതിൽ സത്യത്തിൽ വലിയ അത്ഭുതവുമില്ല. മറ്റെല്ലാ തരത്തിലും പൊതുവായി പരിശോധിക്കുമ്പോൾ എത്രത്തോളം സുതാര്യവും നീതിയുക്തവും മാന്യവുമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നു പോകുന്നുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്നു? ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒന്ന്, RSSനെതിരായിട്ടുള്ള പരാമർശം നടത്തിയ CPIയുടെ ദൂരദർശനിലെ ഭാഗം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ വാഹനം ചെക്ക് ചെയ്യാൻ പോയ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ നിന്ന് ദുരൂഹമായി കടത്തിയ പെട്ടിയെക്കുറിച്ച് രാജ്യത്തിനൊരു വിവരവുമില്ല. ഈ നിലയിൽ പുരോഗമിക്കുകയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. ഇത് ഫെയറായ ഒന്നല്ല എന്ന് പൊതുവെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ പൊതുവെ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആ വിശ്വാസത്തിന് അല്പം കോട്ടം വരുത്തിയിട്ടുണ്ട്.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു, അവർക്ക് ഉള്ള അധികാരം തന്നെ അവർ സ്വയം മനസ്സിലാക്കുന്നില്ല, അവർ ഇത് പ്രയോഗിക്കുന്നില്ല എന്ന ആക്ഷേപം അത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായി. ഇവിടെ പ്രധാനമന്ത്രിക്കും ഭരണകക്ഷിക്കും ഒരു നീതി, ഒരു രീതി, പ്രതിപക്ഷത്തുള്ളവർക്ക് മറ്റൊരു രീതി. ഇപ്പോൾ മുഖ്യമന്ത്രിമാരുടെ വീടുകളിൽ പോലും റെയ്ഡ് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വിമാനത്തിലെ ആ കറുത്ത പെട്ടി അതിപ്പോഴും ദുരൂഹമായി തുടരുന്നുവെന്ന് മാത്രമല്ല, അത് പരിശോധനയ്ക്ക് പോയ ഉദ്യോഗസ്ഥന് അതിനാണ് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ ന്യായമായി നടക്കേണ്ട, സുതാര്യമായി നടക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ അങ്ങനെയാണോ നടക്കുന്നത് എന്ന സംശയം നമുക്കുണ്ടാകുന്നുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് രംഗം ഇപ്പോൾ വളരെയേറെ മലീമസമായ ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കമ്മീഷനാണ് എന്ന് ഞാൻ പറയുകയല്ല. ഭരണകക്ഷിയെ സംബന്ധിച്ച് അവർക്ക് അതല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പുറത്തുള്ളവരും അതിൽ ഒട്ടും വ്യത്യസ്തരല്ല. കോൺഗ്രസിലേക്ക് കുറെ അധികാര കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പോകുമ്പോൾ നമ്മൾ വളരെയേറെ അഭിമാനിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനവും ആ പ്രക്രിയയും അതിന് ഇത്രമാത്രം വികലവും ദൂഷിതവുമാക്കുന്ന നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നു. ഞാൻ പറയുമ്പോൾ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നു. അത് തടയാൻ ചുമതലപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഫലപ്രദമായി നടപടി സ്വീകരിക്കാനും കഴിയുന്നില്ല. അത് വളരെയേറെ ആക്ഷേപകരമായ, പ്രയാസകരമായ അവസ്ഥയാണ്. താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഓരോ കമ്മീഷണർമാരുടെയും കാലത്ത് ഓരോ തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ച ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഇപ്പൊ ശേഷന്റെ ഒക്കെ കാര്യം നമ്മൾ പറയുമല്ലോ, SY ഖുറേഷിയുടെ ഒക്കെ കാര്യം പറയുന്നവരുണ്ട്. അത് ആ നിലയ്ക്ക് ഒരു കാര്യശേഷി കുറവിന്റെ പ്രശ്നം എന്ന നിലക്കാണോ, അതോ ആവർത്തിച്ചു വരുന്ന ഈ സംഭവങ്ങൾ? നോക്കൂ, എല്ലായിടത്തും ഈ റെയ്ഡ് നടക്കുന്നു കള്ളപ്പണം പിടിക്കാൻ. NDAയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെയോ പ്രധാനപ്പെട്ട കക്ഷിയുടെയോ ഒന്നും ഒരു സ്ഥലത്തും റെയ്ഡ് നടക്കുന്നില്ല. റെയ്ഡ് നടക്കുന്നത് മുഴുവൻ NDA വിരുദ്ധ ചേരിയിലുള്ള ആളുകൾക്കിടയിലാണ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് നടക്കും, DMKയിൽ നടക്കും, അവിടെ കമ്മീഷൻ ഇടപെടും, തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കും. അപ്പുറത്ത് ഈ തരത്തിലുള്ള ഒരു ആത്മാർത്ഥമായ പരിശോധനയും കാണുന്നില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ താല്പര്യം പ്രവർത്തിക്കുന്നതാണോ? കേവലമായ കഴിവുകേടിലേക്ക് നമുക്കതിനെ ചുരുക്കാൻ കഴിയുമോ സെബാസ്റ്റ്യൻ പോൾ? അത് കമ്മീഷന്റെ പ്രാപ്തിക്കുറവ് ആണ് ഇവിടെ കാണുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കമ്മീഷന് അധികാരമുണ്ട്. ആ അധികാരത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെയോ ഓർമ്മപ്പെടുത്തലില്ലാതെ തന്നെ കമ്മീഷന് അറിയുകയും ചെയ്യാം. അത്ര വിവരമില്ലാത്ത ആളല്ല ആ സ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ വളരെ പ്രകടമായ പക്ഷപാതം കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്. രാജ്യത്ത് വർത്തമാനത്തിൽ നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അവരുടെ പ്രവൃത്തി എന്തെല്ലാമായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ NDA അല്ലെങ്കിൽ BJP അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ക്രമക്കേടോ വീഴ്ചയോ പോരായ്മയോ ഉള്ളതായി കമ്മീഷന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പുറത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കത്തക്ക സാഹചര്യങ്ങൾ പോലും കമ്മീഷൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 2 മുഖ്യമന്ത്രിമാരുടെ വസതികളിൽ റെയ്ഡ് നടത്താൻ പോലും അവർ തയ്യാറായി. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായ പക്ഷപാതിത്വമുണ്ട്. അധികാരത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഇംഗിതത്തിന് ഒത്തു പ്രവർത്തിക്കുന്ന ഒന്നായി നമ്മുടെ കമ്മീഷൻ തരംതാണിരിക്കുന്നു. അവിടെ ഒരു കാര്യമുള്ളത്, ഈ കമ്മീഷനെ ആര് നിയമിക്കുന്നു എന്ന ചോദ്യം കൂടെ ഉണ്ടല്ലോ. കമ്മീഷനെ നിയമിക്കുന്നതിന് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഒരുപക്ഷെ സുപ്രീം കോടതിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷെ ആ കമ്മീഷനിലേക്ക് ആര് തെരഞ്ഞെടുക്കുന്നു, എങ്ങനെ എപ്രകാരം നിയമിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നമുക്ക് ലോക്പാലിനെ നിയമിക്കുന്നതിന് വ്യവസ്ഥകളുണ്ട്. ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നതിന് വ്യവസ്ഥകളുണ്ട്. ഇവിടെ എന്താ വ്യവസ്ഥയുള്ളത്? അപ്പോൾ അവർക്ക് അവരുടെ വിധേയത്വം കാണിക്കേണ്ടി വരുന്നുണ്ട്. ആ വിധേയത്വ പ്രകടനം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സത്യസന്ധമായ സുതാര്യമായ പ്രവർത്തനത്തിന് ക്ഷതമേൽപ്പിക്കുന്നുണ്ട്. അത് തടസ്സമായി അത്ര ഗൗരവമായ വിമർശനമാണ് താങ്കൾക്ക് അതേക്കുറിച്ചുള്ളത്. നമ്മൾ പറഞ്ഞു വന്നത് വർഗീയത എത്രത്തോളം വലിയ തോതിൽ പ്രചാരണ വിഷയമാകുന്നുണ്ട് എന്നതാണ്. കേരളത്തിൽ പോലും അത് നല്ല നിലക്ക് പയറ്റുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ എടുത്താൽ അവിടെയൊക്കെ സ്ക്വാഡ് വർക്കുകളായി ചെന്ന് ഒരു വീട്ടിൽ 10-15 മിനിറ്റൊക്കെ ഇരുന്ന് പച്ചയ്ക്ക് വർഗീയത പറയുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ശൈലിയിലേക്ക് പല പാർട്ടികളും കടന്നിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കാൻ എൻ്റെ കയ്യിൽ തെളിവൊന്നും ദൃശ്യങ്ങളായി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പാർട്ടിയുടെ പേര് പറയുന്നില്ല. പക്ഷേ ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വർഗീയത ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി ഇവിടെ ഇൻജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് താങ്കൾക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ പറയാം. പക്ഷേ അത് നല്ലതുപോലെ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ. കേരളത്തിലും അത് പ്രവർത്തിച്ച ചരിത്രം നമുക്കുണ്ട്, ചെറിയ തോതിലെങ്കിലും. അത് എപ്പോൾ വേണമെങ്കിലും വലുതാവുകയും ചെയ്യാം. നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയാണോ ശ്രീ ആനത്തലവട്ടം? ഇന്ത്യയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. വരുന്ന 5 വർഷക്കാലം ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്.
ആ തിരഞ്ഞെടുപ്പിൽ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ BJPക്ക് സാധിക്കില്ല. അവർക്കാകെ ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ളത്, മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു, ആ ഹിന്ദുവിൻ്റെ വികാരം അവരെ ഏകോപിച്ച് നിർത്തി വർഗീയത വളർത്തി അവരുടെ ഭൂരിപക്ഷം വോട്ട് നേടി അധികാരത്തിൽ വരിക എന്നത് മാത്രമാണ് ലക്ഷ്യം. അതിന് വടക്കേ ഇന്ത്യയിൽ അവരെടുക്കുന്നതെന്ന് പറഞ്ഞാൽ രാമക്ഷേത്രം പണിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. അതിൻ്റെ പേരിൽ അവിടെയുള്ള വടക്കേ ഇന്ത്യയിലെ ഹിന്ദുക്കളെയൊക്കെ അണിനിരത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇറങ്ങിപ്പോകാൻ നേരത്ത് പോലും രാമക്ഷേത്രം പണിയാൻ സാധിച്ചില്ല. ആ ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. അതിന് മിസ്റ്റർ അമിത്ഷായും കൂട്ടരും ഇപ്പോൾ ആരെയാ പഠിപ്പിക്കുന്നത്? സുപ്രീം കോടതിയെ. സുപ്രീം കോടതിയോട് പരസ്യമായി പറയുകയാണ്, നിങ്ങളിങ്ങനെ തോന്നുമ്പോൾ വിധി പറഞ്ഞാൽ പോരാ. സുപ്രീം കോടതിയെ പഠിപ്പിക്കുകയാണ് അമിത്ഷാ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിധി പറയണം. പിന്നീട് വിധി പറയുന്നത് എങ്ങനെയാകണം? ഭരണഘടന നോക്കിയിട്ട് നിയമം നോക്കിയിട്ടും ആകരുത്. ഞങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് വിധി പറയണം. എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോണത്? അവിടെ അതെടുക്കുന്നു. ഇവിടെ തെക്കേ ഇന്ത്യയിൽ വന്നാൽ ശബരിമല എടുക്കുകയാണ്, അല്ലാതെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എടുക്കുന്നില്ല. വിശ്വാസം സംരക്ഷിക്കണം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ. ആ ഏതിൻ്റെ മേൽ? ഇന്ത്യൻ ഭരണഘടനയോടുള്ള വിശ്വാസം. ആ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വം, ജനാധിപത്യം, സ്വാതന്ത്ര്യം, നിയമവാഴ്ച, അതിനോടാണ് ഇന്ത്യൻ ജനത പുലർത്തേണ്ടത്. ആ ഇന്ത്യൻ ജനത പുലർത്താൻ സമ്മതിക്കാതെ ഭരണഘടന തന്നെ പിച്ചു ചീന്തണം, മതേതരത്വം എടുത്തു കളയണം. ആ അബദ്ധമാക്കളാണ് രാജ്യത്ത് കുഴപ്പം എന്ന് പറയുന്നവർ, പരസ്യമായി പറയുന്നവർ ഭരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർ, BJP MP-മാർ പാർലമെൻറ്റിനകത്ത് കയറി പ്രസംഗിച്ച് നമ്മളെല്ലാം കേട്ടില്ലേ? 2020 ഇന്ത്യ ക്രിസ്ത്യൻ മുസ്ലിം ഇതര ഭാരതമാകും. ഈ പ്രധാനമന്ത്രി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ആഭ്യന്തരമന്ത്രി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊരു അബദ്ധമാക്കാണ്, ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞോ? പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവരെ കൊണ്ട് അങ്ങനെ പറയിക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ തവണ ഈ ഗവൺമെൻറ് കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഒരു ബില്ല് കൊണ്ടുവന്നല്ലോ, പൗരത്വ ബില്ല്. ആ പൗരത്വ ബില്ല് കൊണ്ടുവന്നതിൽ എന്താ? മുസൽമാനില്ല പൗരത്വ ബില്ല്, മുസൽമാനെ മാറ്റണം. ആ ബില്ലിനോട് അനുകൂലിക്കുകയല്ലോ കോൺഗ്രസ് ചെയ്തത്. കോൺഗ്രസും കൂടെ യോജിച്ചില്ലേ? പൗരത്വ ബില്ലിന് അനുകൂലിച്ചില്ലേ? ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എത്ര പേരുണ്ട്? കേരളത്തിൽ മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് BJPക്ക് ബദലാവാൻ കഴിയുമോ? കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് അംഗബലത്തിൽ കുറവാണ്. പക്ഷേ ആ പൗരത്വ ബില്ല് വന്നപ്പോൾ ഞങ്ങളുടെ 11 MP-മാർ അവിടെ എതിർത്ത് വോട്ട് ചെയ്തു. അംഗബലം കുറവാണ്, പക്ഷെ ഉള്ളവൻ എതിർത്തു. 1000 പേര് വേണ്ട, 10 എണ്ണം മതി. നിലപാടാണ് പ്രശ്നം, നയമാണ് പ്രശ്നം. അക്കാര്യത്തിൽ നിങ്ങളോട് തെളിയിച്ച് കാണിച്ചില്ലേ? ഇപ്പോഴാ വീണ്ടും പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പടവും വെച്ചൊരു പരസ്യം പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? പൗരത്വ ബില്ല് കൊണ്ടുവരും. ആ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ വളർന്നിട്ടുള്ള ഇന്ത്യൻ സംസ്കാരത്തിനടുത്തുള്ള മതവിഭാഗങ്ങൾ മാത്രമേ ഇന്ത്യയിലെ പൗരന്മാരാകൂ. അതിൽ ഇത് ഹിന്ദുവുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്. 3 മതക്കാരെ ഒഴിവാക്കി. ആരെല്ലാം? ക്രിസ്ത്യൻ, മുസ്ലിം, പാർസികൾ. ആ 3 പേർക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടില്ല. പറഞ്ഞ ന്യായം എന്താ? ഇസ്ലാം മതം ഇന്ത്യയിലെ മതമല്ല. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ശ്രീ അശോക് കുമാർ, താങ്കൾ അതിന് മറുപടി പറയൂ. നേരത്തെ വന്നതിലേക്ക് നമുക്ക് വരണം. അതിനു മുൻപ് ഈ ഹിന്ദുക്കൾ, ബുദ്ധന്മാർ, പിന്നെ വേറൊരു വിഭാഗം കൂടി, ഇവർക്ക് 3 പേർക്കും ഒഴിച്ചാൽ മറ്റെല്ലാ ഇൻഫിൽട്രേറ്റേഴ്സിനെയും, അതായത് നുഴഞ്ഞ കയറ്റക്കാരെയും അനധികൃതക്കാരെയും ഇവിടെ നിന്ന് ഓടിക്കുമെന്നൊക്കെ നിങ്ങൾ പ്രഖ്യാപനം നടത്തുന്നത് എന്ത് തരത്തിലുള്ള പ്രവർത്തനം സമൂഹത്തിൽ നടക്കണമെന്ന് വിചാരിച്ചിട്ടാണ്? അതിനകത്ത് ആനന്ദൻ പറഞ്ഞതിൽ ആശയക്കുഴപ്പമുണ്ട്. ക്രിസ്ത്യൻ ആളുകളെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും മതപീഡനത്തിന് ഇരയായ ആളുകൾക്ക് സ്വാഗതമരുളിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്ത് 47 നടന്ന വിഭജനത്തിൻ്റെ ഭാഗമായി ബംഗ്ലാദേശും പാകിസ്ഥാനും, അവിടെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ജനവിഭാഗങ്ങൾ അവിടെ നിന്ന് ആട്ടിയോടിപ്പിക്കപ്പെട്ടാൽ, അവിടുന്ന് പ്രയാസം അനുഭവിച്ച് ഇവിടേക്ക് വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ള സുതാര്യവും സുവ്യക്തവുമായിട്ടുള്ള നിലപാടാണ്. ഈ 2 രാജ്യങ്ങൾ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ പാകിസ്ഥാൻ ആയിക്കോട്ടെ, അത് രണ്ടും ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. അവിടുന്ന് വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണല്ലോ കൃത്യമായ നിലപാട്. ആ നിലപാടിനെ എന്തിനാണ് നമ്മൾ എതിർക്കേണ്ടതുള്ളത്? ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളതല്ലേ? നമുക്കറിഞ്ഞൂടെ ജൂതന്മാർ നമ്മുടെ പാലക്കാട്, നമ്മുടെ എറണാകുളത്ത് വന്ന് താമസിച്ചിട്ടുള്ളത്? അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ആ ചർച്ച കൂടുതൽ മുന്നോട്ട് കൊണ്ടായിരിക്കും നല്ലത്. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാനിലുണ്ടായിരുന്ന ഹിന്ദു പോപ്പുലേഷനും ഇപ്പോഴത്തെ പോപ്പുലേഷനും ഒക്കെ കമ്പയർ ചെയ്യേണ്ടി വരും.
കൂടുതൽ പ്രയാസത്തിലേക്കാണ് ശ്രീ ആനത്തലവട്ട ആനന്ദൻ പോകുക. അപ്പൊ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അവർക്ക് അഭയം കൊടുക്കുക എന്നുള്ളത് ഈ അല്ലല്ല, പാകിസ്ഥാനിൽ പോപ്പുലേഷൻ കുറയുന്നുണ്ടോ, പാകിസ്ഥാനിൽ ന്യൂനപക്ഷ വിരുദ്ധത നടക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ആനത്തലവട്ടത്തിനില്ലല്ലോ. ഇവിടെ എന്ത് നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. പോട്ടെ, അതിന്മേൽ തർക്കിച്ചു പോവുകയുള്ളൂ. എന്റെ ചോദ്യം ശ്രീ അശോക് കുമാർ, ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയുണ്ടല്ലോ, നീതിയുക്തമായ മുന്നോട്ട് പോക്കുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് വലിയ ആനുകൂല്യം കിട്ടുകയും മറ്റുള്ളവർ വേട്ടയാടപ്പെടുകയും ചെയ്യുകയാണല്ലോ. അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ പാർട്ടിയുടെ എവിടെയെങ്കിലും ഒരു റെയ്ഡില്ല, പണം ചെലവാക്കാതെ ഒന്നുമല്ലല്ലോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നല്ലതുപോലെ പണം ചെലവാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു പരിശോധനയും ഭയപ്പെടേണ്ടി വരുന്നില്ല. നരേന്ദ്രമോദി ഇപ്പം നോക്കൂ, ഔദ്യോഗിക വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകമായ ഒരു സുരക്ഷാ പ്രശ്നമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അത് പരിശോധിക്കാൻ ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അത് ചെയ്യുമ്പോൾ അയാളെ പുറത്താക്കുകയാണ് കമ്മീഷൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാ ആനുകൂല്യവും ഈ കമ്മീഷനിൽ നിന്ന് കിട്ടുകയാണ്. ഈ കമ്മീഷൻ്റെ ഇത്തരം എല്ലാ തിട്ടൂരവും ഉണ്ടായിട്ടും നരേന്ദ്രമോദി ആവർത്തിച്ച് ചട്ടലംഘന പ്രസംഗങ്ങൾ നടത്തുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഏകപക്ഷീയമായി സംഭവിക്കുന്നത്? അല്ല, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഓൾറെഡി തന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. പരാജയം ഉറപ്പാക്കിയിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളും പിടിച്ചു കൊടുക്കും. പറയട്ടെ നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള തെരഞ്ഞെടുപ്പ് എന്നല്ലേ അശോക് കുമാർ പറയേണ്ടത്? അല്ല നിഷാന്ത, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശരി, അത് കഴിഞ്ഞിട്ട് പറയാം. അതായത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും അതിന് പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇലക്ഷൻ കമ്മീഷനെ പള്ളു പറയുക. ഒന്ന്, വർഗീയ ധ്രുവീകരണത്തിലൂടെയാണ് BJP വീണ്ടും അധികാരത്തിൽ വന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇന്ന് ഈ ചർച്ച നടത്തുന്നുണ്ടല്ലോ. റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേന്ന് പറയും ഈ വിജയം നരേന്ദ്രമോദി നേടിയിട്ടുള്ളത് മതവർഗീയത പറഞ്ഞിട്ടാണ്, ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും വേർതിരിച്ചിട്ടാണ് നരേന്ദ്രമോദി വിജയം നേടിയിട്ടുള്ളത് അന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും വോട്ടിംഗ് യന്ത്രത്തെയും കുറ്റപ്പെടുത്താൻ വേണ്ടി മുൻകൂർ ജാമ്യം എടുത്തു വെക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ, ഇത് ഞങ്ങളല്ല അജണ്ട കൊണ്ടുവരുന്നത്. നിങ്ങൾ ദയവായി മനസ്സിലാക്കൂ. ഈ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ എന്താണ്? ഒന്ന് മുത്തലാഖ്, ഒന്ന് ആസാമിലെ പൗരത്വ പ്രശ്നം, ഒന്ന് ഇന്ത്യയിലെ 130 കോടിയുള്ള ജനങ്ങളുള്ള രാജ്യത്ത് 3-4 പശുവിന്റെ പേരിൽ നടന്ന കൊലപാതകങ്ങൾ. ഇത് മാത്രം അജണ്ട സെറ്റ് ചെയ്ത് ചർച്ച ചെയ്യുകയാണ്. അതിന് മറുപടി പറയേണ്ടി ഞങ്ങൾക്ക് വരുന്നു. മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തിയ ഞങ്ങളല്ല. അത് ചെയ്ത നെഹ്റുവാണ്. നെഹ്റു പറഞ്ഞതും രാഹുൽ പറയുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, ഹിന്ദുക്കളെ പേടിച്ചോടുന്നു എന്ന് പറഞ്ഞാൽ അത് നെഹ്റു പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് താരതമ്യപ്പെടുത്തണം. ഞാൻ പറയാം താങ്കളിലേക്ക്, BRM ഷഫീർ ഇപ്പോൾ ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ വലിയ ഹിന്ദുത്വ കാർഡ് ഇറക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. താങ്കൾ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഹിന്ദുക്കളെ പേടിച്ചോടുന്നു എന്ന പരാമർശം നല്ല നിലയ്ക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അവിടെ പരിപൂർണമായ മതേതര സ്വഭാവമുള്ള നിലപാട് സ്വീകരിച്ച് നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഏതാണ്ട് സമാന സ്വഭാവമുള്ള ഒരു സ്ട്രാറ്റജി എടുക്കുകയാണ് അവിടെ അദ്ദേഹം അമ്പലങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഈ അവിടെ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പശുക്കൾക്ക് പ്രത്യേകമായ ആനുകൂല്യം നൽകുന്നതിനെക്കുറിച്ചുള്ള പ്രകടന പത്രിക വരുന്നു. ഏതാണ്ട് അതേ സ്വഭാവത്തിലുള്ള ഇത്ര കടുത്ത പരാമർശങ്ങളിലേക്കും മറ്റും പോകുന്നില്ല എന്നുള്ളേ ഉള്ളൂ. ഹിന്ദുത്വ കാർഡ് തന്നെയാണ് പിടിച്ചു നിൽക്കാനും പ്രതിരോധിക്കാനും ഏറ്റവും നല്ലത് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രധാന ഭീഷണി നിങ്ങൾക്കിതാണ്. ഇതുതന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു മാർഗവും. നിഷാദേ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ നിങ്ങൾ കോൺഗ്രസിനെയും അതിൻ്റെ അജണ്ടകളെയും നിങ്ങൾ ചെറുതായി കാണണ്ട. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മധ്യപ്രദേശിൽ 97% ഭൂരിപക്ഷ സമുദായമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ 20-25 കൊല്ലത്തിലേറെയായി ഗോവധ നിരോധനം നിൽക്കുന്ന സ്ഥലമാണ്. ഗുജറാത്ത് 20 കൊല്ലത്തിലേറെയായി BJP ഭരിക്കുന്ന സ്ഥലമാണ്. രാജസ്ഥാനിൽ ഒരു പ്രാവശ്യമാണ് അവർ മാറിയും തിരിഞ്ഞു വരുന്നുണ്ട്. ഛത്തീസ്ഗഡിലും 20 കൊല്ലമായിട്ട് ഭരിക്കുകയാണ്. ആരാണ് എതിർത്തത്? ആരാണ് തടുത്തത്? ഹിന്ദുത്വ കാർഡ് ഇറക്കിക്കൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് മുന്നോട്ട് വന്ന BJPയെ അവരുടെ മടയിൽ പോയി, ഗുജറാത്തിലെ മടയിൽ പോയി വിറപ്പിച്ചു വിട്ടത് കോൺഗ്രസ് അല്ലേ? മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും എതിർത്തതും തോൽപ്പിച്ചതും ഞങ്ങളല്ലേ? ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, ഒരു മതത്തിൻ്റെയും കാർഡ് ഇറക്കിക്കൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് പോയിട്ടില്ല. പക്ഷേ സംസ്കാരങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഒരു ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മതങ്ങളും ജാതികളും ഉപജാതികളും ഗോത്രങ്ങളും ഉപഗോത്രങ്ങളുമുള്ള ഒരു രാജ്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്കാരങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അതൊരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ഇകഴ്ത്തിയോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ പുകഴ്ത്തിയോ അല്ല. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൽ പോകുന്നു. രാഹുൽ ഗാന്ധി ഹിന്ദുവാണ്, രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൽ പോകും. പക്ഷേ രാഹുൽ ഗാന്ധി
മറ്റു മതങ്ങളെ നിരസിക്കുന്നുണ്ടോ, മറ്റു മതങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, മറ്റു മതങ്ങൾ മോശമാണെന്ന് പറയുന്നുണ്ടോ, കോൺഗ്രസിനകത്തുള്ള മുസ്ലിങ്ങളോട് പള്ളിയിൽ പോകണ്ടെന്ന് പറയുന്നുണ്ടോ, ചർച്ചിൽ പോകണ്ടെന്ന് പറയുന്നുണ്ടോ? ഇതാണ് പ്രശ്നം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ മതവിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം മറ്റു മതങ്ങളെയും മാനിക്കുന്നു. എന്നാൽ ഇവർ പറയുന്നു ഒരു മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നു. ഇതാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ബി ജെ പി തമ്മിലുള്ള വ്യത്യാസം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നിപ്പോൾ നിങ്ങൾ നിഷാദനെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തെ തടഞ്ഞു നിർത്തി പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥനെ ഇവർ സസ്പെൻഡ് ചെയ്യുന്നു. ഹെലികോപ്റ്ററിൽ നിന്ന് കറുത്ത പെട്ടി കിട്ടുന്നു. എന്നാൽ പിന്നെ കുമാരസ്വാമിയുടെ ഹെലികോപ്റ്ററിലേക്കും അതുപോലെ തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിലേക്കും റെയ്ഡ് നടത്തുന്നു. ഇതെന്ത് വ്യത്യസ്തമാണ്? കനിമുഴയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു, എന്നാൽ കാരവൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ട യെദ്യൂരപ്പയുടെ ഗോഡൌൺ റെയ്ഡ് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാജധർമ്മം നടപ്പിലാക്കണം, നീതി നടപ്പിലാക്കണമെന്ന് പറയേണ്ടി വന്നപ്പോഴാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ തടയേണ്ടി വന്നത്. ഇനി ഞാൻ ആനത്തലവട്ടം ആനന്ദൻ സാറിനോട് ഒരു 2 വാക്കിൽ മറുപടി പറയാം. ആനത്തലവട്ടം സാർ, പൗരത്വ ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ വന്നു. സർ, കോൺഗ്രസ് എതിർത്തില്ലേ? കോൺഗ്രസ് അനുകൂലിച്ചോ? കോൺഗ്രസ് അനുകൂലിച്ചില്ല എന്ന് മാത്രമല്ല, ആസാമിൽ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണ്. ഇവിടെ നേരത്തെ അശോക് പറഞ്ഞു. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സാർ, കേൾക്കട്ടെ സാർ. ഇത്രയൊക്കെ വലിയ ന്യൂനപക്ഷ സ്നേഹമൊക്കെ പറയുന്നുണ്ടല്ലോ സാർ. മുത്തലാഖ് ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ വന്നു. 4 ആണുങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ മുത്തലാഖ് ബില്ലിനെതിരായി കേരളത്തിൽ നിന്ന് എഴുതേറ്റുള്ളൂ. 1 തിരുവനന്തപുരത്തെ ശശി തരൂർ, 2 കൊല്ലത്തെ പ്രേമചന്ദ്രൻ, 3 കെ.സി. വേണുഗോപാൽ, 4 ഇ.ടി. മുഹമ്മദ് ബഷീർ. എവിടെയായിരുന്നു നിങ്ങളുടെ 9 CPM-ന്റെ എംപിമാർ? നിങ്ങൾ വലിയ ന്യൂനപക്ഷ സ്നേഹമൊക്കെ പറയുന്നുണ്ടല്ലോ ആനത്തലവട്ടം സാറേ. നിങ്ങൾ മുത്തലാഖ് ബില്ല് വന്നപ്പോൾ BJPക്ക് അനുകൂലമായി നിങ്ങൾ നിശബ്ദരായി ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്നവരാണ്. നിങ്ങൾക്ക് പൗരത്വ ബില്ലിനെ കുറിച്ച് പറയാൻ എന്ത് അവകാശമുള്ളത്? നിങ്ങൾ ചർച്ച ബില്ല് ഉണ്ടാക്കി വെച്ചിരിക്കുക. ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെയും താങ്കളുടെ വേഗത്തിൽ തന്നെ മറുപടി. ശ്രീ ആനന്ദവട്ടം, ഈ ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വേഗം താങ്കളുടെ മറുപടി. അല്ല, കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞ രണ്ടും വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ് പറഞ്ഞത്. ഇപ്പൊ തടി ഊരാൻ വേണ്ടിയുള്ള പ്രസ്താവനയാണ് നടത്തിയത്. പൗരത്വ ബില്ല് വന്നപ്പോൾ കോൺഗ്രസ് BJPയോടൊപ്പം ചേർന്നു. എതിർത്തത് CPM-ന്റെ പ്രതിപക്ഷത്തിന്റെ എംപിമാർ മാത്രം. 2 മുത്തലാഖ് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ മാത്രം ക്രിമിനൽ കേസ് പ്രതിയാക്കി ജയിലടക്കാനുള്ള ബില്ല് BJP കൊണ്ടുവന്നപ്പോൾ, സുപ്രീം കോടതിയുടെ വിധിക്കെതിരായി കൊണ്ടുവന്നപ്പോൾ അനുകൂലമായ നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. എതിർത്തത് ഇടതുപക്ഷ എംപിമാർ മാത്രം. 11 പേർ വോട്ട് ചെയ്തതിൽ ഇദ്ദേഹം മാത്രം ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായില്ല, മറ്റ് ഒരാൾ മാത്രം ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് BJPയോടൊപ്പം ചേർന്ന് മുത്തലാഖ് ബില്ലിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. വസ്തുതാവിരുദ്ധമായി ഇപ്പൊ തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭരണഘടന അനുശാസിക്കുന്ന 370-35A എടുത്തു കളയുന്നതിന് സുപ്രീം കോടതിയിൽ സംഘപരിവാർ ശക്തികൾ കേസ് കൊടുത്തതിൽ നിങ്ങൾ കക്ഷിയായിരുന്നോ? ഇടതുപക്ഷ മുന്നണി CPM ആണ് കക്ഷി ചേർന്നിരിക്കുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ വീണ്ടും ഇറക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് പറയാൻ കാര്യങ്ങളുണ്ട്. ഞാൻ വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പൊ നോക്കൂ, ഇവിടെ വലിയ തോതിൽ വർഗീയത വിഷയമാക്കി ഉയർത്തപ്പെടുന്നുണ്ട് എന്ന കാര്യം അവിതർക്കിതമാണല്ലോ. അങ്ങനെ ഒന്ന് നടക്കുന്നുണ്ട്. അത് നടാടെയുള്ള കാര്യവുമല്ല ഈ നാട്ടിൽ. അതിന് വലിയ വിജയസാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞവർ തന്നെയാണ് അതിൻ്റെ പ്രയോക്താക്കളായി മുന്നിലുള്ളത്. നമ്മുടെ ചരിത്രം അതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാന അജണ്ടയായി വർഗീയത മാറിയിട്ടുണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? അതിൻ്റെ പ്രയോഗശേഷിയെ, മുൻകാലങ്ങളിലെ അനുഭവങ്ങളെ സാക്ഷി നിർത്തി ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വർഗീയതയും സാമുദായിക ചിന്ത, ജാതീയ പരിഗണന, അതൊക്കെ എല്ലാ കാലത്തും നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ അതിനെ കുറച്ചൊരു ഗോപ്യമായി അത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ 2019 നമ്മൾ കാണുന്ന പ്രവണത എത്ര പരസ്യമായും മ്ലേച്ഛമായും ആഭാസപൂർവ്വം അത് പറയാൻ കഴിയുമോ അത്രയും നല്ലത്, അത്രയും മികച്ചത് എന്നൊരു മനോഭാവം വന്നിരിക്കുന്നു. രാജ്യം ഭരിക്കുന്ന പാർട്ടി തന്നെ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ തടയണമെന്ന് പറയുമ്പോൾ നിയമത്തിന് കരുത്തുണ്ട്, നിയമപരമായി ചെയ്യാം. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായി സംസാരിക്കുന്നതിന്, അഭിപ്രായം പറയുന്നതിന്, വിമർശിക്കുന്നതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം പൗരസമൂഹത്തിന് നൽകേണ്ടതായ സന്ദർഭമാണ്. അവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന ബ്യൂറോക്രാറ്റിക് സ്ഥാപനത്തിന്റെ ഇടപെടൽ കൂടുതലായി ഉണ്ടാകുന്നത്, അതിലും ചില ആപത്തുകളുണ്ട്. അപ്പോൾ അത് കാണാതെ പോകരുത്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലിന് അവസരം നൽകാതെ ഒരു സ്വയം ഒരു നിയന്ത്രണം,
ആ നിയന്ത്രണം പാർട്ടികൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? ആ നിയന്ത്രണം ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നതിന്, ഉത്തരവാദിത്വമില്ലാതെ പ്രവർത്തിക്കുന്നതിന് അങ്ങനെയുള്ളൊരു പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത് അല്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ വേണ്ടി മത്സരരംഗത്തുള്ളത്. അവിടെ നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇത്തരം വൃത്തികേടുകളെ നിരാകരിക്കുന്നതിനുള്ള വിവേകം അത് പൊതുസമൂഹത്തിനും ഉണ്ടാകണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വൃത്തികേടുകളെ പൊതുസമൂഹം നിരാകരിക്കണമെന്നൊപ്പം ഏറ്റവും ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാവുക വേണം. അങ്ങനെ ഉണ്ടാവാത്ത പക്ഷം അതിന്മേൽ നീതിയുക്തമായി ഇടപെടാൻ കമ്മീഷന് കഴിയണം. അതുണ്ടാവുന്നില്ല എന്ന വിമർശനത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധുതയുണ്ട് എന്നാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്യാനത്തലവട്ടമാണെന്ന് അഡ്വക്കേറ്റ് BRM ഷഫീർ, ഒപ്പം അഡ്വക്കേറ്റ് അശോക് കുമാർ ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ നിലപാടുകൾ പങ്കുവച്ചതിന്.